നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിപ്പോഴുള്ളത് രുചിയുടെ കലവറയായ കോഴിക്കോടാണ്. കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോട് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന ഒരു നാമമാണ് കൊച്ചിൻ ബേക്കറി. കേരളത്തിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ 3 പ്രാവശ്യം നേടിയ ഒരു വ്യക്തിയാണ് മിസ്റ്റർ എം പി രമേശ്. അദ്ദേഹമാണ് കൊച്ചിൻ ബേക്കറിയുടെ സാരഥി. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് മിസ്റ്റർ എം പി രമേശിനെ. സർ, സ്വാഗതം. സർ, ലിംക ബുക്ക് ഓഫ് റെക്കോർഡിൽ സ്ഥാനം പിടിച്ച 3 പ്രാവശ്യം ലിംക നേടിയിട്ടുള്ള ബേക്കറി മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, ഏക വ്യക്തിയാണ് താങ്കൾ. ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് കൊച്ചിൻ ബേക്കറിയുടെ തുടക്കത്തെക്കുറിച്ച് ചോദിച്ചാൽ താങ്കൾക്ക് പറയാനുള്ളത്? കൊച്ചിൻ ബേക്കറി 1939 എൻ്റെ അച്ഛനും 3 സഹോദരന്മാരും കൂടി തുടങ്ങിയിട്ടുള്ളതാണ്. കൊച്ചിയിൽ തുടങ്ങിയതാണ്. അന്ന് കൊച്ചിയുടെ എറണാകുളത്ത് നഗരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള റോഡിലാണ് കാനനറ്റ് ഷെഡ് റോഡ്. അതാണ്, അവിടെയാണ്. എൻ്റെ അടുത്ത് തന്നെയാണ് ബോട്ട് ജെട്ടിയും, അതിൻ്റെ അടുത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും. അവിടെയാണ് അത് തുടങ്ങിയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാളും മുമ്പുള്ള ഒരു ഇതാണ്. കൊച്ചി ഇൻ ബേക്കറി എന്ന് പേരിടാൻ തന്നെ കാരണം വിദേശികൾക്ക് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ആ നഗരത്തിൻ്റെ പേരിൽ ഒരു ബേക്കറി നാമകരണം ചെയ്തത്. ആ ബേക്കറിക്ക് പിന്നെ 4 സഹോദരന്മാരാണ് അതിൻ്റെ തുടക്കം. അതിൽ 2ാമത്തെ സഹോദരൻ്റെ മകനാണ് ഞാൻ. ഞങ്ങൾ 5 മക്കളാണ്. അച്ഛനൊക്കെ അവിടെ കൊച്ചിൻ ബേക്കറി നടത്തിയിരുന്ന കാലത്താണ് ഈ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ എറണാകുളത്തുള്ളൊരു കാലത്താണ് വൈക്കം മുഹമ്മദ് ബഷീറിന് ആദ്യമായിട്ട് ഒരു ബുക്ക് ഷെൽഫും ഒരു സ്റ്റൂളും കൊടുത്ത് കൊച്ചിൻ ബേക്കറിൻ്റെ ഒരു മൂലയിൽ കച്ചവടത്തിനായിട്ട് ഇരുത്തിയത് വല്യച്ഛനാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ അന്നത്തെ സാഹിത്യകാരന്മാർ പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നത് മുഴുവനും കൊച്ചിൻ ബേക്കറിയിലാണ്. അന്നത്തെ പല സാഹിത്യകാരന്മാരുടെയും ബുക്കുകളിലൊക്കെ കൊച്ചിൻ ബേക്കറി എന്ന് പറയുന്ന ഒരു സ്ഥാനം പിടിച്ചിട്ടുള്ളതുമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാണാൻ വരുന്ന ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള, പിന്നെ എം.എ. പോൾ, ടത്തുവർക്കി, അങ്ങനെ കുറേ ആ കാലഘട്ടത്തിലുള്ള കുറേ പ്രഗത്ഭരായിട്ടുള്ള സാഹിത്യകാരന്മാർ എല്ലാവരും ഈ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ കൊച്ചിൻ ബേക്കറിയിലാണ് വന്നിരുന്നത്. പിന്നെ അത് കൂടാതെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള എന്നുണ്ടെങ്കിൽ ആ കാലത്ത് ഇവരെ അച്ഛനൊക്കെ തുടങ്ങിയിരുന്ന കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ കാര്യങ്ങളൊക്കെ ചായ സൽക്കാരത്തിന് അതൊന്നും കൊച്ചിൻ ബേക്കറിക്ക് നേരിട്ട് കിട്ടുന്നതല്ല. അതിൽക്കും ആ കാലത്തൊക്കെ എല്ലാം ഇന്ത്യൻ കോഫി ഹൗസിനാണ് ഓർഡർ മുഴുവനും കിട്ടുക. ഇന്ത്യൻ കോഫി ഹൗസാണ് അത് കൊച്ചിൻ ബേക്കറിക്ക് കൊടുക്കുക. എന്നൊക്കെ റേഷനും അതൊക്കെ കിട്ടിയിരുന്നൊരു കാലമാണ്. അങ്ങനെയാണ് കൊച്ചിൻ ബേക്കറിയുടെ വളർച്ചയും. അച്ഛനൊക്കെ അച്ഛനും സഹോദരന്മാരൊക്കെ നല്ല അധ്വാനം ഉണ്ടാക്കിയിട്ടുള്ളൊരു പേരും കാര്യങ്ങളൊക്കെയാണ്. കൊച്ചി രാജാവ് കൊട്ടാരത്തിലേക്ക് റൊട്ടി കൊണ്ടുപോകുന്നതും കൊച്ചിൻ ബേക്കറിയിൽ നിന്നാണ്. ഹിന്ദു പേപ്പർ വന്ന് ഇത് ഐലൻഡ് അവിടെയാണ് അന്നത്തെ എയർപോർട്ട്. അവിടുന്ന് ഹിന്ദു പേപ്പറും എടുത്ത് കൊച്ചിൻ ബേക്കറിൽ വന്ന് റൊട്ടി അപ്പങ്ങളും ഒക്കെ മേടിച്ച് കൊട്ടാരത്തിലേക്ക് പോകും. ഒരു പ്രാവശ്യം കൊണ്ടുപോയ അപ്പം മോശമാണ്. ഉടനെ കൊച്ചിയിൽ നിന്ന് രാജാവിൻ്റെ അവിടുന്ന് ഉത്തരവ് വന്ന് കൊച്ചിൻ ബേക്കറീൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തേക്ക്, ഇനി കൊച്ചിൻ ബേക്കറി വേണ്ട. പിന്നെ അന്നൊക്കെ ഈ ഇത് മുഖം കാണിച്ച് സങ്കടം പറയാനുള്ളൊരവസരം ഉണ്ട്. അങ്ങനെ കണ്ട് സംസാരിച്ച് ആ ഒരു ഇത് പറഞ്ഞപ്പോൾ റേഷൻ കിട്ടിയ മൈദേനെ കൊണ്ടാണ് അന്ന് റൊട്ടി ഉണ്ടാക്കിയത്. അത് മനസ്സിലാക്കിയ രാജാവ്
അതിനുശേഷം രണ്ടാമത് കൊച്ചിൻ ബേക്കറിക്ക് ലൈസൻസ് കൊടുക്കുകയും കൊച്ചിൻ ബേക്കറിക്ക് ഇനി സ്പെഷ്യൽ കോട്ടയാക്കി മൈദയും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ വിദേശികളൊക്കെ സാധനം മേടിച്ച് കഴിക്കുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് സ്പെഷ്യൽ കോട്ട മൈദയൊക്കെ കൊടുത്ത് നല്ല സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കൊച്ചിൻ ബേക്കറി എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരെങ്ങനെ വന്നിവിടെ സ്ഥാനം പിടിച്ചെന്നുള്ളത്, പക്ഷേ അവിടെ നിന്ന് കഴിക്കുന്ന കോഴിക്കോടൻ ഹലുവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ചോദ്യമാവാം, കോഴിക്കോട് എങ്ങനെയാണ് വേരുറപ്പിച്ചത്? 86 ഞാൻ കോഴിക്കോട് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ എറണാകുളത്തിൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് എന്നെ കോഴിക്കോടേക്ക് കൊണ്ടുവരുന്നത്. വരുമ്പോൾ എന്നോട് പറയുന്നത് എന്നായുള്ളൂ, എൻ്റെ അടുത്തുള്ള അതേപോലത്തെ സാധനമൊന്നും കോഴിക്കോടില്ല, കോഴിക്കോട് ഒരെണ്ണം തുടങ്ങാം എന്നാ പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. സാമ്പത്തികമായിട്ടും മൂപ്പർ തന്നെയാണ് അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തത്. ഈ ബേക്കറി പണി മുഴുവൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ അച്ഛൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള ജോലിക്കാരും ഉണ്ട്. ഇപ്പം 43 കൊല്ലമായിട്ട് എൻ്റെ കൂടെ ജോലിയെടുക്കുന്ന ആൾക്കാർ ഇന്നും എൻ്റെ കൂടെ ജോലിയെടുക്കുന്നുണ്ട്. അവരുടെ മക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ ഒരു എന്തൊക്കെയോ ഒരു അനുഗ്രഹം, ഇല്ലെങ്കിൽ ഒരു നിയോഗം. ഈ ഒരു ബേക്കറി ഇത് നടത്തുക എന്ന് പറയുന്ന ഒരു നിയോഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റേതായിട്ടുള്ള കുറേ ബേക്കറികളിൽ തന്നെ എന്നുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റും കാര്യങ്ങളും. ഇപ്പോൾ ഏത് ബേക്കറി ചെന്നാലും നിങ്ങൾക്ക് ഒരു സ്ക്വയറായിട്ടുള്ളത് ഇല്ലേ ഒരു റൗണ്ട് കേക്ക് മുറിച്ചിട്ടുള്ള കഷ്ണങ്ങളാണ് കാണുക. നമ്മളെടുത്തൊന്നും വന്നാൽ എല്ലാം അതല്ല, അല്ലാത്ത കുറേ സാധനങ്ങളും പാരമ്പര്യമായിട്ട് ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഇനിയുള്ള കാലങ്ങൾ കുട്ടികൾക്ക് പേര് കൊണ്ട് അറിയാമെന്നുള്ളതല്ലാണ്ട് അത് രുചിച്ചറിയാനുള്ള അവസരം വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളും ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സാറിൻ്റെ കുട്ടിക്കാലത്ത് സാറിൻ്റെ അച്ഛൻ്റെ അച്ഛൻ നിർമ്മിച്ചിട്ടുള്ള രുചി, പ്രത്യേകിച്ചിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങൾ, ആ രുചി താങ്കൾ കഴിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു ജനറേഷന് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ കൊച്ചിൻ ബേക്കറിയിൽ എടുത്തു പറയത്തക്കതായ ഒരു ബ്രാൻഡ്? ഞാൻ എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിരുന്ന സാധനങ്ങൾ ഇപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം മുമ്പുള്ളൊരു അനുഭവം. ഒരു സ്ത്രീ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് ബട്ടർ ബീൻസ് എന്നുണ്ട് എൻ്റെ കടയിലത്തെ, അത് 100 എണ്ണം വേണം, തിങ്കളാഴ്ച ദിവസം രാവിലെ 9 മണിക്ക് വരും, തരാം. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് 6 എണ്ണം സെപ്പറേറ്റും കൂടി വേണം, ഞാൻ 30 കൊല്ലം മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്, ആ രുചിയായിരിക്കണം എന്നാ പറഞ്ഞു. പറഞ്ഞ ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഞാൻ 6 എണ്ണം അവർക്ക് സെപ്പറേറ്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും രുചീൻ്റെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മ വന്നാൽ എന്നെ വിളിക്കൂലേന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവർ വിളിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എന്നാൽ അവരവരെ കുട്ടീൻ്റെ വയറ് കാണും അങ്ങനെ ഒന്നൊരു ഹൈദരാബാദിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. താങ്കൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ആ ഒരു ഓർമ്മകളെക്കുറിച്ച് കൂടെ അല്പസമയം സംസാരിച്ചാൽ സന്തോഷമായിരിക്കും. അച്ഛനും ഫുട്ബോൾ കളി എന്ന് പറയുന്ന വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്ന കൂട്ടത്തിൽ മൂത്ത ചേട്ടൻ ക്രിക്കറ്റിനോടാണ് കുറച്ച് താല്പര്യം കാണിച്ചത്. മൂന്നാമത്തെ ഞാനും ഫുട്ബോൾ കളിയിലാണ്. ഞാൻ ശരിക്കും കേരളത്തിന് ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി കിട്ടുന്ന കൊല്ലം, ആ കൊല്ലം അതിനകത്ത് കളിക്കുന്ന 2-3 ആൾക്കാരെങ്കിലും ഞാൻ ഒരു 7-8 പേരെങ്കിലും ഞാൻ ഒന്നിച്ച് കളിച്ചിട്ടുള്ളവരാണ് ആ കേരള ടീമിൽ അപ്പം കളിക്കുന്ന പലരും. സി സി ജേക്കബ് ഞാൻ ഒന്നിച്ചാണ് എവിടെ കളിക്കാൻ പോവുക. അവസാനം കസ്റ്റംസിൽ കേരള ടീമിൻ്റെ ഞാനൊരു കഴിഞ്ഞ കൊല്ലവും ഞാൻ എറണാകുളത്ത് തേവര കോളേജിൽ ചെന്നപ്പോൾ അവൻ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ജാഫർ, വില്യംസ്, മണി, ഇങ്ങനെ ഇവർ കൂടെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാണ്. ക്യാമ്പിൽ വരെ വന്നിട്ടുള്ളതാണ്. സ്റ്റേറ്റിൻ്റെ ജൂനിയർ ഡിസ്ട്രിക്റ്റിൽ 4 കൊല്ലം കളിച്ചിട്ടുള്ളതാണ്. സീനിയർ ഡിസ്ട്രിക്റ്റിലും കളിച്ചിട്ടുള്ളതാണ്. അംഗീകാരങ്ങളൊക്കെ തന്നെയും തൻ്റെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനമല്ലേ? അതെ. അതോടൊപ്പം തന്നെ താങ്കൾക്ക് പ്രധാനപ്പെട്ട അംഗീകാരങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് താങ്കളുടെ നാവിൽ നിന്നും കേൾക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കും. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് ആദ്യത്തത് കിട്ടുന്നത്
2006 എറണാകുളത്ത് വെച്ച. അന്ന് അതിൻ്റെ മുകളിൽ പടങ്ങൾ കുറേ വരച്ചിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെയും ഇന്ത്യ ഭരിക്കുന്ന ആൾക്കാരെയും അങ്ങനെ കുറേ. പിന്നെ എറണാകുളത്തിൻ്റെ കുറേ കാര്യങ്ങൾ, എറണാകുളത്തിൻ്റെ കലകളും കാര്യങ്ങളും അതിനകത്ത് പലർക്കും മനസ്സിലാക്കാനുള്ള പല കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എല്ലാം കൈകൊണ്ട് വരച്ച പടങ്ങളും കാര്യങ്ങളൊക്കെ. അന്ന് വേറെ ഇതൊന്നുമില്ല, എല്ലാം ഹാൻഡ് മെയ്ഡ് ഇതായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരെ തന്നെ ഏഷ്യാനെറ്റിനെ വിളിച്ച് ആദ്യം അവർ വരാൻ ഇത്തിരി മടിച്ച് നിന്നതാണ്. പിന്നെ അത്തച്ചമയത്തിൻ്റെ ദിവസവും കൂടിയായിരുന്നു അന്ന്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് നല്ല ഒരു ഇതായിരുന്നു, സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലിംക ബുക്ക് റെക്കോർഡ് 2012 അത് കിട്ടുന്നത്. ഞാനൊരു കല്യാണത്തിന് കണ്ണൂർ പോയി. ഇങ്ങനെ അവിടെ നമ്മളെ ബന്ധുക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പഴയ മൂർക്കോത്ത് കുമാരൻ കേട്ടിട്ടുണ്ടോ? പഴയ ചരിത്രത്തിലുള്ള ആൾക്കാരൊക്കെയാണത്. അങ്ങേരുടെ മകൻ്റെ മകൻ, അങ്ങേരുടെ പേരും കുമാരേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഈ കൊല്ലം ഞങ്ങൾ കേക്ക് മുറിച്ച് 2 കിലോൻ്റെ കേക്കാണ് മുറിച്ച ആനിവേഴ്സറി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തിനാ 2 കിലോ ഒക്കെ, നിങ്ങൾക്ക് വലിയൊരു കേക്ക് മുറിച്ചൂടെ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ അസോസിയേഷനിൽ അതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഇതുണ്ട് തലശ്ശേരിയിൽ, എനിക്കൊരു കേക്ക് അവിടെ അതിനെ സംബന്ധിച്ചൊരു കേക്ക് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അസോസിയേഷൻ പറഞ്ഞ് അസോസിയേഷന് വേണ്ടിയിട്ട് അത് ചെയ്യാവോ? ചെയ്യുന്നതുകൊണ്ടൊന്നുമില്ല, അസോസിയേഷൻ ചെയ്തു. ഞാൻ പറഞ്ഞു അതിൻ്റെ ബാക്കിയുള്ള എല്ലാം ഞാൻ ആയിരിക്കും, എന്തെങ്കിലും എന്തെങ്കിലും അവാർഡോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലൊക്കെ എനിക്കുള്ളതായിരിക്കാം. അത് നിങ്ങളതിനകത്ത് നല്ല അസോസിയേഷന് വേണ്ടി അവിടെ ഞാൻ ചെയ്യും. അതൊരു സംഭവം തന്നെയായിരുന്നു തലശ്ശേരിയിൽ. അല്ലെങ്കിൽ ഏതാണ്ട് അവിടുത്തെ അവരുടെ കണക്കനുസരിച്ച് 1,00,000-ലധികം ആൾക്കാരത് കണ്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇപ്പോൾ പറയും എന്നെങ്കിൽ പുതിയ ഇത് വരുമ്പോൾ നമുക്ക് പുതിയ ഇതൊന്നും ഇൻഡസ്ട്രിയിലൊന്നും ടൗണിലൊന്നും ചെയ്യാനൊക്കില്ല. അപ്പം എനിക്കും ബുദ്ധിമുട്ടാണ്. ഞാനും ടൗണിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഞാനങ്ങനെ കിങ് ഫ്രൈയിലൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് അങ്ങനെ ഒരെണ്ണം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് ISO 22000 സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലൊരു ഇൻഡസ്ട്രി, ബേക്കറിക്കുണ്ട് വേറെ ഒരു ഇൻഡസ്ട്രി, ബേക്കറി ഇൻഡസ്ട്രിക്ക് ആകെ ഈ ഒരൊറ്റ സ്ഥാപനത്തിലെ ISO ഉള്ളതുള്ളൂ. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അതിൻ്റെ ഒരു ഡയറക്ടറാണ്. ശ്രീനാരായണ എഡ്യൂക്കേഷൻ സെൻറ്റർ അതിൻ്റെ ഒരു ഡയറക്ടറാണ്. പിന്നെ ഇവിടുത്തെ റോട്ടറി ക്ലബിലുണ്ട്, ലയൺസ് ക്ലബിലുണ്ട്. ഇവിടുത്തെ 2 കാലിക്കറ്റ് ചേംബറുണ്ട്, മലബാർ ചേംബറുണ്ട്. പിന്നെ ഇവിടെ ദേശപോഷിണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു ലൈബ്രറി ഉണ്ട്, അതിൻ്റെ രക്ഷാധികാരിയാണ്. ഈ ഭാഗത്തുള്ള SNDPൻ്റെ രക്ഷാധികാരിയാണ്. പിന്നെ കല എന്ന് പറയുന്ന ഇവിടുത്തെ കോഴിക്കോടുള്ള സംഘടനയുണ്ട് അതിൽ. പിന്നെ ഇപ്പോഴത്തെ ഈ ജൈവവളത്തിൻ്റെ ഗ്രീൻ വ്യൂ എന്നും പറഞ്ഞിട്ടൊരു ഇതുണ്ട്, അതിൻ്റെ രക്ഷാധികാരിയാണ്. മെട്രോ കോപ്പറേറ്റീവ് ബാങ്ക് എന്നും പറഞ്ഞിട്ട് ഒരു ബാങ്കുണ്ട്, അതിൻ്റെ ഒരു ഡയറക്ടറാണ്. ഇനിയിപ്പോൾ നമുക്ക് സാറിൻ്റെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത് എന്നതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ, ഭാര്യ, മോൾ, പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനും അവനും ഞാനും കൂടിയാണ് ഇവിടെ ആദ്യം കോഴിക്കോട് വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് വീട്ടിൽ താമസിച്ച് അതും വരും 2 കുട്ടികളും അവരും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. എറണാകുളത്ത് 3 സ്ഥാപനമുണ്ട്, കൊച്ചിൻ ബേക്കറി. പിന്നെ ഇവിടെ ഇപ്പോൾ 4 ഉണ്ട്. ഇനി ഒരെണ്ണം ഈ മാസം തന്നെ ഒരെണ്ണം കൂടി ഉദ്ഘാടനത്തിനുണ്ട്. കാസർഗോഡുണ്ട് ഒരു സ്ഥാപനം, മംഗലാപുരത്ത് 3 ഉണ്ട്. പിന്നെ അവിടുത്തെ ഇൻഫോസിസിനകത്തുണ്ട്. മൈസൂർ ഇൻഫോസിസിലുണ്ടായിരുന്നു ഞാൻ, പിന്നെ അവിടുന്ന് പോന്നതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തുന്നില്ല, മാത്രമല്ല അവിടെ കുട്ടികൾ കുറഞ്ഞു പോയി. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഇൻഫോസിസിലേക്ക് കയറി കിട്ടാൻ വലിയ പാടാണ്. പക്ഷേ നമുക്ക് അവർ വിളിച്ച് കൊണ്ടുപോയി ഇതാക്കിയതാണ്. പിന്നെ അതും ഒരു ജീവിതത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. ആ ഇൻഫോസിസിനകത്ത് കയറുക, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കാണുക. ശരിക്കും അത് കാണേണ്ടത് തന്നെയാണ്. ആ ഇൻഫോസിസിൻ്റെ ഉള്ളിൽ 400 ഏക്കറാണത് ഏരിയ. അതിൻ്റെ ഉള്ളിൽ മുഴുവനും അതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കുറേ നിയമങ്ങളും. 15 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ ചില ഏരിയയിൽ, ചിലയിൽ ഇങ്ങനെ 40 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തുള്ള സൗകര്യങ്ങൾ കോഴിക്കോടില്ല അത്രയും വലിയ ഹാള്
9 ഹാള് ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫുഡ് കോർട്ട് 9 ഉണ്ട്. ഒരു ഹാളിൽ ഈസി ആയിട്ട് 2000 പേർക്ക് ഇരിക്കാം. വിദേശത്ത് ദുബായിലാണ് ഉള്ളത്. അത് പിന്നെ കുറച്ചൊരു ഇതിലുള്ള നിൽക്കുന്നതാണ്. വിദേശത്തൊരു ഷോപ്പുണ്ട്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും കുറേ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഫുഡിനെക്കുറിച്ചും ടേസ്റ്റിനെക്കുറിച്ചും അതിനേക്കാളുപരി ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ബേക്കറി ഉടമകൾ അല്ലെങ്കിൽ കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിച്ചതിൽ കൊച്ചിൻ ബേക്കറിയുടെ ഡയറക്ടർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ ഒരുപാട് തസ്തികകളിൽ താങ്കൾ നിൽപ്പുണ്ട്. എല്ലാ മേഖലകൾക്കും ഒരുപാട് ആശംസകൾ അർപ്പിക്കുന്നു. ഇത്രയും സമയം ഒരിക്കൽ കൂടി സംവദിച്ചതിൽ ഞങ്ങൾ ഹൃദയമായി നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സന്തോഷം.